തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഈശോയുടെ മരണം ഈശോയുടെ ശിഷ്യന്മാരെ എന്തുമാത്രം തളർത്തിക്കളഞ്ഞുവെന്ന് നമുക്ക് ഊഹിക്കാം. ഈശോയുടെ ശിഷ്യന്മാരുടെ പ്രതീക്ഷ മുഴുവൻ യേശുവിലായിരുന്നു. അവർ യേശുവിൽ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. യേശുവിൽ ഒരു പുതിയ ജീവിതം അവർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ആ ദുഃഖവെള്ളിയാഴ്ച യേശു കുരിശിൽ മരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ പ്രതീക്ഷകൾ തകർന്നുപോയി. ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു നിരാശയിലേക്ക് അവർ വീണുപോവുകയാണ്. ആ ഒരു നിരാശയുടെ നിമിഷത്തിൽ, ആ ഒരു തകർച്ചയുടെ നിമിഷത്തിൽ, മുമ്പോട്ട് എന്തെന്നറിയത്തില്ലാത്ത ആ ഒരു തകർച്ചയുടെ നിരാശയുടെ നിമിഷത്തിൽ ഇതാ പത്രോസ്ലിഹ, ഈശോയുടെ ശിഷ്യരിൽ പ്രമുഖനായിരുന്ന നേതാവായിരുന്ന പത്രോസ്ലിഹ പറയുകയാണ്, ഞാൻ എൻ്റെ ആ പഴയ പണിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ വഞ്ചിയും വെള്ളവും എടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ വഞ്ചിയും വലയും തിരിച്ചെടുക്കുകയാണ്. വീണ്ടും ഇതാ പത്രോസ്ലിഹ വഞ്ചിയും വലയും എടുക്കുന്നു. ഒരിക്കൽ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ ഉപേക്ഷിച്ചതായിരുന്നു ആ വഞ്ചിയും വലയും. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യനാകാനായി അവൻ ഉപേക്ഷിച്ചതായിരുന്നു ആ വഞ്ചിയും വലയും. ഒരിക്കൽ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മനുഷ്യരെ പിടിക്കാനായിട്ട് അവൻ വഞ്ചിയും വലയും ഉപേക്ഷിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നിരാശയുടെ തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ധൃതിയിൽ ഇതാ പത്രോസ്ലിഹ ഒരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ ആ പഴയ പണിയിലേക്ക് തിരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെയും ജീവിതാനുഭവമല്ലേ? പലപ്പോഴും ജീവിതത്തിൽ തകർച്ചകളും നിരാശയുടെ അനുഭവങ്ങളും പരാജയങ്ങളും തോൽവികളും ഒക്കെ ഉണ്ടായപ്പോൾ ഉപേക്ഷിച്ചത് എന്തൊക്കെയോ നമ്മൾ വീണ്ടും സ്വന്തമാക്കാനായിട്ട് പോയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് യേശുവിനെ കണ്ടുമുട്ടിയ ആ അനുഭവത്തിൽ, യേശുവിനോട് ആദ്യമായിട്ട് തോന്നിയ ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ, യേശുവിൻ്റെ ഒരു ശിഷ്യനാകുവാനായി ഞാൻ ജീവിതത്തിൽ മാറ്റിവെച്ച, വേണ്ടെന്ന് വെച്ച കുറേ കാര്യങ്ങൾ വീണ്ടും ഞാൻ ഒരു നിരാശയുടെ നിമിഷത്തിൽ, ഒരു തകർച്ചയുടെ നിമിഷത്തിൽ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട്, പഴയ മനുഷ്യനായി തീരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പത്രോസ്ലിഹായിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠം തകർച്ചയുടെ, നിരാശയുടെ, തോൽവിയുടെ, പരാജയത്തിൻ്റെ നിമിഷങ്ങളിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തെക്കുറിച്ച് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കരുത്. കാരണം അവിടെ നമ്മുടെ വികാരങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. ഒരിക്കലും വിവേകമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇല്ല. വിവേകത്തോടെ അല്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. വികാരങ്ങളുടെ പുറത്ത് നമ്മൾ തീരുമാനമെടുത്താൽ അത് നമ്മളെ തകർച്ചയിലേക്കും നാശത്തിലേക്കുമാണ് നയിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. എത്രയോ ജീവിതങ്ങൾ നിരാശയുടെ നിമിഷങ്ങളിലെടുത്ത തീരുമാനങ്ങൾ കാരണം, എത്രയോ ജീവിതങ്ങൾ തോൽവിയുടെയും തകർച്ചയുടെയും നിമിഷങ്ങളിലെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങൾ കാരണം തകർന്നു പോയിരിക്കുന്നു. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ പോയ എത്രയോ ജീവിതങ്ങളുണ്ട്. എന്താണ് കാരണം? അവർ തകർന്നിരുന്ന നിമിഷങ്ങളിൽ വിവേകമില്ലാതെ കുറേ തീരുമാനങ്ങൾ എടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിശ്ചയദാർഢ്യമുണ്ടാകട്ടെ. നമുക്ക് ഇങ്ങനെ തീരുമാനിക്കാം, ഞാൻ ഒരിക്കലും ഒരു തകർച്ചയുടെ നിമിഷത്തിൽ,
ഒരു വേദനയുടെ നിമിഷത്തിൽ, ഒരു പരാജയത്തിൻ്റെ നിമിഷത്തിൽ ഞാൻ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയില്ല. അവിടെ ഞാൻ ശാന്തനായി, ദൈവത്തിന് മുമ്പിൽ ശാന്തനായിരുന്ന് പ്രാർത്ഥനയോടെ, വിവേകത്തോടെ നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുമാറാകട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 10 വാക്യം 16 ഈശോ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. നമുക്ക് സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവാനായി പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഉറങ്ങുവെട്ടം